നാമത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ നമ്മുടെ നടുവിലുണ്ട്. ദൈവം അത്ഭുതകരമായി നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടുന്നതായ ആലോചനകളെ അവൻ നമുക്ക് നൽകി അവൻ നമ്മെ സൂക്ഷിച്ചു നടത്തുന്നതായ ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ വാഴ്ത്തുന്നു. ദൈവസഭയെ യേശു എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് അല്പമായിട്ട് നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. தேவசப தேவனுடைய சபையை தேவன் எப்படி பார்க்கிறார் என்று சொல்லி இந்த மத்தியான வேளையிலும் கூட உங்களோடு நான் பேச விரும்புகிறேன். മത്തായി സുവിശേഷത്തിലെ ഒരു വചനത്തെ നമുക്കറിയാവുന്ന ഒരു വചനമുണ്ട്. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഇറ്റ് ഈസ് in English it is written like this, I will build my church and the gates of Hades will not overcome it. Praise the Lord. ഞാൻ എൻ സഭയെ കട്ടുവേൻ, പാതാള ഗോപുരങ്ങൾ അതിനെ മേൽക്കൊള്ളാതെ എന്ന് சொல்லி തമിഴ് വേദത്തിൽ ഞങ്ങൾ വാസിக்கிறோம். Praise the Lord. എന്നാൽ ഈ പറയുന്ന നാളുകളിൽ കർത്താവായ യേശു ക്രിസ്തു ഉദ്ദേശിച്ച ദൈവസഭ ആരംഭിക്കപ്പെട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. എന്നാണ് ദൈവസഭ കർത്താവായ യേശു ക്രിസ്തു ഉദ്ദേശിച്ച ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ ആ സഭയുടെ ആരംഭം കുറിച്ചതെന്നാണ്. പെന്തക്കോസ്ത് നാളിൽ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷം 120 പേര് വാഗ്ദത്തത്തിനായി കാത്തിരുന്നതായ ആ ദിവസത്തിൽ പരിശുദ്ധയാത്മാവാം ദൈവം തന്റെ ജനത്തിന് മേൽ ഇറങ്ങി വന്ന് ആമേൻ അവിടെ ഒരു യേശുവിനെ അറിയുവാനും യേശുവിന്റെ ക്രൂശീകരണ അവന്റെ മരണ പുനരുത്ഥാനത്തിൽ കൂടെ മനുഷ്യവർഗത്തിന് ദൈവം കൊടുത്തതായ ആ രക്ഷ മനസ്സിലാക്കി അതിലേക്ക് വന്നപ്പോൾ അവിടെ എത്ര പേരെന്ന് ദൈവസഭയോട് ചേർന്ന് വായിക്കുന്നത്? 3000 പേർ പത്രോസിന്റെ ഒരു പ്രസംഗത്തിൽ യേശുവിലേക്ക് ചേരുവാൻ. അങ്ങനെ ദൈവസഭ ആദ്യമായി ഭൂമിയിൽ ആമേൻ യേശു 18-ാം അധ്യായം മത്തായി 18-ൽ ഉദ്ദേശിച്ചതായ ദൈവസഭ ആരംഭിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം, if you turn your Bible to Ephesians chapter 3, വ്യക്തമായി നമുക്ക് അവിടെ ആശയം കാണുവാൻ കഴിയുന്നുണ്ട്. 3-ാം അധ്യായം 3-ാമത് അധികാരത്തിലെ 4-ാമത് വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. നിങ്ങളത് വായിച്ചാൽ മർമ്മം എന്നൊരു പദം കണ്ടോ? മർമ്മം. അടുത്തത് ആ മർമ്മം ഇപ്പോൾ അവരുടെ വിശുദ്ധ പുസ്തകന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളത് തന്നെ. അടുത്തത് ആ സുവിശേഷത്തിന് ശക്തിയുടെ വ്യാപാര പ്രകാരം വായിച്ചാട്ടെ എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാൻ സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന്. അനാദി കാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മം, അതേതാ? ദൈവസഭ എന്നുള്ള മർമ്മം. പ്രൈസ് ദി ലോർഡ്. ദൈവസഭ എന്നുള്ള ഒരു മർമ്മം അത് മറഞ്ഞു കിടന്നു. എന്നാൽ എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അടുത്തത്
അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ വിപരീതമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിവായി വന്നു. ആമേൻ, സ്തോത്രം. ഈ വേദഭാഗം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. പ്രവാചകന്മാർക്കും മറ്റ് മുൻപുണ്ടായിരുന്ന വിശുദ്ധന്മാർക്കും മറഞ്ഞിരുന്നതായ ഒരു സംഗതിയാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തച്ചൊരിച്ചിലിൽ, അവന്റെ യാഗ മരണത്തിൽ വിശ്വസിച്ച് അതിൽ കൂടെ രക്ഷ പ്രാപിച്ചു പുറത്തു വരുന്ന ഒരു ദൈവസഭയെ കുറിച്ചുള്ള മർമ്മം മുൻപുണ്ടായിരുന്നതായ വിശുദ്ധന്മാർക്ക്, പ്രവാചകന്മാർക്ക് അത് മറഞ്ഞിരുന്നു. എന്നാൽ പുതിയ നിയമസഭയെ പൗലോസ് അപ്പോസ്തലൻ ഉണർത്തുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നു. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ആ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രദർശിപ്പാനുമായി ഈ കൃപ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഏത് കൃപയാണ്? നാം യേശുവിന്റെ രക്തത്തിന്റെ വിലയാകുന്ന ദൈവസഭ ആകുന്നു എന്നുള്ള മർമ്മം. ഈ സഭയെ നോക്കിക്കൊണ്ടാണ്, പ്രവചനാത്മാവിൽ സ്വർഗം മുൻകണ്ടുകൊണ്ടാണ് മത്തായി 18-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ. ഇതിൽ കൂടെ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഞാനും നിങ്ങളും യേശുവിന്റെ രക്തത്തിന്റെ വിലയായതുകൊണ്ട്, ദൈവസഭയുടെ അംഗങ്ങളായതുകൊണ്ട് പാതാള ഗോപുരങ്ങൾക്ക് എന്റെ മേലോ നിങ്ങളുടെ മേലോ ജയിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. പാതാള ഗോപുരങ്ങൾ ജയിക്കാൻ കഴിയാത്ത ഒരു സംഗതി ഉണ്ടെങ്കിൽ ഉറപ്പ് ദൈവത്തിന്റെ സഭയാണ്. അതേതാണ് ദൈവത്തിന്റെ സഭ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ സഭ. പ്രൈസ് ദി ലോർഡ്. ഈ നിശ്ചയമുള്ളവർ ദൈവത്തിന്റെ സ്വന്തം ചെയ്യണം. ഈ സഭയെ കുറിച്ച് ആമേൻ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഒരു കാര്യം പറഞ്ഞു. നമുക്കതൊന്ന് വേഗം വായിക്കാം. എഫേസ്യ ലേഖനത്തില് ആ വാക്യം കാണുന്നുണ്ട്. അതൊന്ന് വായിച്ചാട്ട് 1-ാം അധ്യായം 22-ാം വാക്യം. എഫേസ്യർക്ക് എഴുതുന്ന നിരൂപം 1-ാമത് അധികാരം 22-ാമത് വസനത്തിലെ അവനെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവ്വത്തിനും മീതെ തലയാക്കി, അവനെ സർവ്വത്തിലും മീതെ തലയാക്കി, എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ആമേൻ അവന്റെ ശരീരമായി സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, he is the head over everything for the church. യേശുവിന്റെ സഭയ്ക്ക് മുകളിൽ നിൽക്കുന്ന തല അതാരാ? ക്രിസ്തു യേശു. അപ്പോൾ ക്രിസ്തു യേശു അറിയാതെ സഭയ്ക്ക് ഒന്നും നടക്കത്തില്ലെന്ന് സാരം. സഭയുണ്ട്, സഭയ്ക്ക് തലയുമുണ്ട്. ആ തല ക്രിസ്തു ആണെങ്കിൽ ഈ തല അറിയാതെ തന്റെ അവയവങ്ങൾക്ക് ശരീരത്തിൽ ഒന്നും നടക്കത്തില്ല എന്ന് ചെയ്യാം. കൊലോസ്യ ലേഖനം കൂടെ ഒന്ന് വായിച്ച് സഹായിച്ചാണ്. Colossians chapter 1 verses 18. Nothing would happen to the body of Christ without the knowledge of Christ Jesus. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. He is the head of the body. Amen. Our Christ Jesus is the head of the church. Hallelujah. ആയിരിക്കുന്ന ദൈവസഭയുടെ തലയാര്? ക്രിസ്തു. ഈ സഭയെ വീണ്ടെടുത്തത് മറ്റൊന്നുമല്ല, അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല. ഏതൊക്കെയാ? പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പിന്നേതാ? ക്രിസ്തുവിന്റെ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി. Praise the Lord. God has purchased us not with any gold or silver or any other precious things, but He has purchased us with His own blood. Hallelujah. And that is the only reason why God is so keen about His church. Hallelujah. He said, I will build my church, and the gates of Hades will not overcome my church. Praise the Lord. Why? Because He alone is the one who paid the price for the church.
ഹല്ലേലൂയ. എഫേസ്യ ലേഖനത്തിലും കൂടെ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. Ephesians chapter 5 verses 25. What is the purpose of choosing us? ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഒന്ന് വായിക്കാം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. ആമേൻ. ഭർത്താക്കന്മാരോടുള്ള ഒരു ഉപദേശം എന്നവണ്ണം meditating from Ephesians chapter 5 verses 25. ഭർത്താക്കന്മാരോടുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസഭയെ ദൈവം എങ്ങനെ, ക്രിസ്തു എങ്ങനെ സ്നേഹിക്കുന്നു എന്നാണ് ഈ വചനം തെളിവാക്കുന്നത്. നമുക്കൊന്നുള്ളത് ചേർന്ന് വായിക്കാം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കും. അവൻ അവിടെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ഈ ഭൂമിയിൽ നമ്മെ ഇന്ന് ഉലകത്തിലെ കർത്തരങ്ങളെ തെരഞ്ഞെടുത്തതൊക്കെ കാരണം എന്നോട് കേൾക്കുമ്പോൾ വേദത്തിനടിയിൽ ഞങ്ങൾ പാർക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് വിളങ്ങിക്കൊള്ളത് എന്താ? ഇന്ന് ഉലകത്തിലെ കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുന്നേ. തമിഴിലെ ഒരു വാസികം അത് എപ്പടി ഇരിക്കട്ടെ പാപ്പമേ. கரை, திரை முதலாயவை ஒன்றுமில்லாமல் பரிசுத்தமும் பிழையற்றதுமான மகிமையுள்ள சபையாக அவை தமக்கு முன்னிறுத்திக் கொள்ளத்தக்கதாக தம்மை தாமே சபைக்காக கர்த்தராக இயேசு கிறிஸ்து கொடுத்தார். Praise the Lord. അപ്പൊ യേശുവിന്റെ ഉദ്ദേശം മുഴുവൻ എന്താ? നമ്മെ കറയും ചുളുക്കവും ഒന്നുമില്ലാത്ത ശുദ്ധവും നിഷ്കളങ്കവുമായ തേജസ്സുള്ള ഒരു മണവാട്ടി സഭയായി തന്റെ മുമ്പിൽ നിർത്താൻ ദൈവം ആഗ്രഹിച്ചു. Praise the Lord. ഇതിന്റെ ആഴം മനസ്സിലാകുന്നുണ്ടോ സഹോദരങ്ങളെ? കർത്താവ് പറഞ്ഞ വാക്യം ഓർക്കുന്നുണ്ടോ? ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ശരീരമാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ്, ഞാനാണ് തല. ഈ തല അറിയാതെ ഒന്നും ശരീരത്തിന് സംഭവിക്കത്തുമില്ല. ഇങ്ങനെല്ലാം പറഞ്ഞു. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഈ പദ്ധതി എല്ലാം ഒരുക്കിയതിന്റെ പിമ്പിൽ ഒരു കാരണമുണ്ട്. എന്താണെന്ന് അറിയാമോ? നിത്യമായി ഈ മണവാട്ടി സഭ എന്റെ കൂടെ എന്നേക്കുമായി വാഴാനുള്ളതാണ്. ഇന്ന് രാവിലെ while I was coming, while we were traveling from home to the church, Leah asked me a question. Papa, what does it mean by eternity? Was it you or Christiana? It was Leah എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. Papa, what does it really mean by eternity? മിയാമോള എന്ന് പറഞ്ഞ എന്താ eternity? What does eternity mean? Forever? Is there any other words you could explain? Eternal life, endless life. ശരിയാണോ? So eternity means what? ഒരിക്കലും തീരാത്ത ഒരു ജീവിതം. ഒരിക്കലും തീരാത്ത ജീവിതം മനുഷ്യന്റെ ജീവിതത്തിനപ്പുറമാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, കല്ലറയ്ക്കപ്പുറമുള്ള ജീവിതം ഒരിക്കലും തീരുന്നതല്ല. കല്ലറ വരെയുള്ള ജീവിതം 30, 40, 50, 80 കൂടി വന്നാൽ 100 വരെ. അതോടുകൂടെ ഭൂമിയിലെ മനുഷ്യന്റെ വാസം തീരുമ്പോൾ വേദപുസ്തകം സ്പഷ്ടമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് കല്ലറയ്ക്കപ്പുറമാണ്. Praise the Lord. അപ്പൊ കല്ലറയ്ക്ക് അപ്പുറമുള്ള ജീവിതം ഇറ്റേണിറ്റി ആണ്. Either in heaven or in hell.
it is going to be eternity anyways. But while we are still living on this earth, it is our responsibility to make sure where we are going to go. Hallelujah. Eternity is true. Reincarnation എന്ന് പറയുന്ന മറുപടി പുറപ്പെട്ട് சொல்றதான ഒരു കാര്യമില്ല. ഒരു കാര്യം ഉറപ്പ്. Whatever you do in this earth, whether good or bad, we all will have to stand in front of the judgment seat of God, Jesus, one day to receive or to get the reward for either good or bad. Hallelujah. അപ്പം മരണത്തിന് ശേഷം ഒന്നേ ഉള്ളൂ, അതേതാ? ഇറ്റേണൽ ലൈഫ്. അത് ഉണ്ട് നിശ്ചയം. എന്നാൽ ഉറപ്പ് വരുത്തേണ്ടത് ഞാനാണ്, നിങ്ങളാണ്. എവിടെ, where we are going to spend our eternity, it is completely mine and yours decision. Praise the Lord. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, I want my church to be with me forever. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സഭയെ പാതാള ഗോപുരം ജയിക്കാൻ അനുവദിക്കത്തില്ല. ഈ പാതാള ഗോപുരം ജയിക്കാൻ ഞാൻ അനുവദിച്ചാൽ എന്നെ ജയിക്കാൻ പറ്റും, പക്ഷെ ദൈവമായിട്ട് അത് അനുവദിക്കത്തില്ല. Praise the Lord. ഞാൻ അനുവദിച്ചാൽ പാതാള ഗോപുരത്തിന് എന്റെ മേൽ അവകാശമുണ്ട്, എന്നാൽ ദൈവമായിട്ട് അത് അനുവദിച്ചു കൊടുക്കത്തില്ല. എന്റെ വീടിനകത്ത് ഞാൻ പാതാള ഗോപുരങ്ങൾക്ക്, സാത്താന് ഞാനൊരു വഴി തുറന്നു കൊടുക്കുമേയാകിൽ അവൻ വീട്ടുക്കുള്ള വര മുടിയും. ஆனால் கர்த்தராக எனக்கும் உங்களுக்கும் விரோதமாக பிசாசானவனுக்கு ஒரு வாசல் திறந்து கொடுக்கவே மாட்டார். മനസ്സിലായോ? അപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് so that we may keep our boundaries tidy and clean. Praise the Lord. So that the devil have no chance over us or our household. Hallelujah. നമ്മുടെ മേലോ നമ്മുടെ യാതൊന്നിന്റെ മേലും അവകാശം പറയാൻ കഴിയാതെ വണ്ണം വിശുദ്ധിയോടും നിർമ്മലതയോടും നാം നമ്മെയും നമ്മുടെ ഭവനത്തെയും കാക്കേണ്ടതിന് പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? എന്നേക്കും നമ്മെ അവന്റെ മുമ്പിൽ നിർത്തണം. എങ്ങനെ നിർത്തണം? നിഷ്കളങ്ക. അപ്പൊ അതിനു മുമ്പുള്ള കറയും ചുളുക്കവും. ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് എന്താ? അവിടെ അശുദ്ധിക്ക് അല്പം പോലും ചാൻസ് ഇല്ല. ഈ അശുദ്ധി അല്പം പോലും ഇല്ലാത്ത സ്ഥലത്ത് കറയും ചുളുക്കവും തന്റെ മണവാട്ടിക്കുണ്ടെങ്കിൽ എന്തോ ഒരു അഭംഗിയായിരിക്കും. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? തന്റെ മണവാട്ടി സഭ അവിടെ നിൽക്കുമ്പം തേജസ്സോടെയാണ് ദൈവം മുൻനിർത്തുന്നത്. ശരിയല്ലേ? തേജസ്സോടെ അവിടെ മുൻനിർത്താൻ പോകുന്നത്. അപ്പൊ തേജസ്സോടെ മുൻനിർത്താൻ പോകുന്ന ആ ദൈവസഭയ്ക്ക് ഒരിക്കലും യേശു കറയും ചുളുക്കവും മുതലായവ ഒന്നും ഇല്ലാതെ ഇരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോ പലരും ഇവിടെ ഇരിക്കുന്ന പല പ്രിയപ്പെട്ടവരും വിവാഹിതരാണല്ലോ. നമ്മള് പെണ്ണിനെ കാണാൻ ചെന്നതായ സമയത്ത് ഇല്ലാതിരുന്നൊരു പാട് മുഖത്തോ എവിടെങ്കിലും ഇങ്ങനെ ഒരു വല്ലാത്തൊരു വികൃതമായിട്ടൊരു പാട് കണ്ടു കഴിഞ്ഞാൽ കല്യാണ മേടയിൽ വരുമ്പോഴാണ് ഈ സംഗതിയെങ്കിൽ ഇത് മനസ്സിലാകുന്നെങ്കിൽ നമ്മുടെ മുഖത്തിന്റെ ഭാവം എന്തായിരിക്കും, നമ്മുടെ ചിന്ത എന്തായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് ഒന്ന് ചിന്തിച്ചേ. അതുപോലെ തന്നെ മണവാളന്റെ കാര്യം കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ എന്റെ ഭാര്യയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെന്ന് തലേ ദിവസം അവര് കണ്ടത്
പിറ്റേ ദിവസം ആ കല്യാണം നടക്കുന്നത്. തലേ ദിവസം പോയി കണ്ടപ്പോൾ മുഖത്തില്ലായിരുന്ന വല്ലാത്ത ഒരു പാട് സ്റ്റേജിൽ കയറി വന്നിരുന്നോടനെ മുഖത്തുണ്ടെങ്കിൽ ഈ പുള്ളിക്കാരി തിരിഞ്ഞ് നോക്കാനുള്ള ധൈര്യം പെട്ടെന്ന് എല്ലാവരും ഉള്ളപ്പം ഇല്ലെങ്കിലും ഇറുകണിട്ട് അതിൽ നോക്കത്തില്ല. ഇതെന്താ ഇപ്പോഴുള്ള മുഖത്തെ പാടാണ്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരിക്കലും വിവാഹത്തിനും വിവാഹത്തിന് ശേഷവും മണവാളനോ മണവാട്ടിക്കോ ഒരു എന്താ പറയുക കറയോ ചുളുക്കമോ മുതലായ യാതൊരു അശുദ്ധിയും കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നിത്യമായി തന്നോട് വാഴുവാൻ ദൈവസഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ കുറിച്ച് കറയും ചുളുക്കവും ഇല്ലാത്ത ഒരു മണവാട്ടി സഭയായി നിർത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ വിശുദ്ധിയിൽ നാം നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദൈവദാസം പ്രസംഗിച്ചത് സഹോദരങ്ങൾ ആരും അത് ആഡ് ചെയ്യാനായിട്ട് ഇടയായി. നമ്മുടെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യാനിടയായി, വാട്സപ്പിൽ ആഡ് ചെയ്യാനിടയായി തോന്നുന്നു. അത് എന്നെ ചിന്തിപ്പോകാനിടയായി തോന്നുന്നു. നിങ്ങളെ കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിനൊന്ന് കേട്ടോളൂ. വിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ ഈ വിശുദ്ധി എന്ന് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം ചിലത് പറയുവാനിടയായി തോന്നുന്നു. ചിലർ നമ്മൾ പറയും വെള്ളം മാത്രമേ ഇടാവൂ, അല്ലെങ്കിൽ ഇന്നത് പോലെ ആകാവൂ, അത് ഇതൊക്കെ ആകാവൂ എന്ന് പറഞ്ഞ് നമ്മൾ ശാഠ്യം പിടിക്കാറുണ്ട് എന്ന് പറയുവാനിടയായി പറയുന്നുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു വ്യാഖ്യാനം കൊടുത്തത് ഇങ്ങനെയാണ്. ഒരാള് പെട്രോൾ സ്റ്റേഷനിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നതായ വ്യക്തി തന്റെ കയ്യിലുണ്ടായിരുന്നതായ ഒരു വിലപ്പെട്ട ക്യാമറ അവിടെ ഉണ്ടായിരുന്നതായ ആ വാഹനത്തിനകത്തേക്ക് താൽക്കാലികമായിട്ട് പെട്ടെന്ന് എടുത്തു വെച്ചിട്ട് പെട്രോൾ അടിച്ചു കൊടുത്തിട്ട് അതങ്ങ് മറന്നുപോയി. വാഹനം അങ്ങ് ഓടിപ്പോയി. താൻ അവിടെ കിടന്ന് വലിയവായി കരയാൻ തുടങ്ങി. വലിയ വിലയുള്ളതായ ക്യാമറ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വളരെ ഭാരപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ആ കാറ് മടങ്ങി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെയാണോ ഈ ക്യാമറ ഞാൻ നിങ്ങൾക്ക് തരാൻ ആരോ വെച്ചതാണ്, മറന്നുപോയത്, എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഞാൻ നിർത്തിയുള്ളത് കൊണ്ട് ഇവിടെ ആരുടെയെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് വരുവാനിടയായിട്ടുണ്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടെ അയ്യോ ഇതെന്റെ ക്യാമറയാണ് എന്ന് പറഞ്ഞ് താനത് വാങ്ങിപ്പാനിടയായി. അപ്പോൾ തന്റെ ആഗ്രഹത്തിന് എന്നാൽ ആ കപ്പിള് ആ ഭാര്യ ഭർത്താക്കന്മാരെന്ന് തോന്നിച്ചതായ അവരെ ഒരു ഫോട്ടോ എടുക്കാം. കാരണം ഇങ്ങനൊരു കാര്യം ചെയ്യണമെങ്കിൽ അത് നല്ല മനുഷ്യനായതുകൊണ്ടാണല്ലോ അവർ ചെയ്തത് എന്ന് പറഞ്ഞൊരു ഫോട്ടോ എടുക്കാൻ ഇവരെന്ത് ചെയ്താൽ സമ്മതിച്ചില്ല. വിളക്കിക്കൊണ്ടിരിക്കില്ല இவர் என்ன சொன்னாலும் இவங்க ஒத்துக்கொள்றாங்க இல்லையா? ஒரு போட்டோ எடுக்கிறதுக்கான கேட்டேன், ஒரு போட்டோ எடுக்க விடுக்கலன்னு சொல்லி கேட்டா போட்டோ எடுக்க விடுறாங்க இல்ல. இவங்க பாராட்டுறாங்க, இவ்வளவு விலைமதிப்பு உள்ளதான ஒரு கேமராவை திருப்பி கொண்டு வந்திருக்கிறீங்களே, உங்களோட போட்டோ எனக்கு எடுத்து வைக்க வேணும்னு சொல்லி பாராட்டி கொண்டிருக்கும் போது எப்படிதான் கேட்டாலும் இவங்க அந்த போட்டோ எடுக்க மட்டும் ஒத்துக்கொள்றாங்க இல்ல. கடைசியில சொல்லி வர சொல்றாங்க, ஐயா இது மனைவி அல்ல, இது எனக்கு மனைவிக்கு பிறகு இன்னொரு மனைவி. இது ஸ்தோத்திரம். ஒரு விதத்திலே கேமரா கொண்டு கொடுக்கிறாங்க, ஒரு விதத்தில் கேமரா அதே വ്യക്തി കൊണ്ട് കൊടുത്ത് നല്ല ഒരു സ്വഭാവം. സ്തോത്രം. അതേ വിധത്തിൽ വിശുദ്ധിയുടെ അങ്ങേയറ്റത്തെ അശുദ്ധിയുടെ വേറൊരു വിപരീത സ്വഭാവം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ എന്തായി വിശുദ്ധി എന്ന് പറയുന്നത്? ഒരു സൈഡ് മാത്രം കൊല്ലുന്നില്ല, കൊല ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മോഷ്ടിക്കുന്നില്ല, ദോഷമായ വഴിയിൽ പോകുന്നില്ല, ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ നരകത്തിന് തടസ്സമായ മറ്റനേക അശുദ്ധി ഇന്ന് ദൈവസഭകൾക്കകത്ത് ഉണ്ടെന്നുള്ളതിന് യാതൊരു അബദ്ധവാക്കല്ല എന്ന് ഞാൻ പറയട്ടെ. സ്തോത്രം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ എഫേസ്യ ലേഖനം തന്നെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ തന്നെ അനേക കാര്യങ്ങള് കാണാനായിട്ട് കഴിയും. ഒന്ന് വായിച്ചേ, 5-ാം അധ്യായം ഒന്ന് നോക്കിയേ. 5-ാം അധ്യായം എഫേസ്യർക്ക് എഴുതുന്ന 5-ാം അധ്യായം തന്നെ ഒന്ന് നോക്കിയാട്ടെ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അടുത്തത് ദുർനടപ്പും യാതൊരു അശുദ്ധിയും. നോക്കിയ സഹോദരങ്ങളെ, ദുർനടപ്പും തമിഴിലെ கொஞ்சம் உதவி செய்யலாமா?
5-ാമത് അധികാരം 2-ാമത് വചനത്തിൽ പാരുங்க. എഫേസ്യർക്ക് എഴുതുന്ന നിരൂപം 5-ാം അധ്യായം 2-ാം വാക്യം. സഹോദരങ്ങളെ ഇംഗ്ലീഷിൽ കൂടെ വായിച്ചാൽ. தம்மை தேவனுக்கு சுகந்த வாசனையான காணிக்கையாகவும் பலியாகவும் ஒப்புக்கொடுத்து நம்மில் அன்பு கூர்ந்தது போல நீங்களும் அன்பிலே நடந்து கொள்ளுங்கள். നമ്മുടെ മേലൊരു കറയോ ചുളുക്കമോ വരാൻ സാധ്യതയുള്ളത് ചിലപ്പോൾ പാപ വഴികളിൽ നിന്നതുകൊണ്ടോ മദ്യപിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മോഷ്ടിച്ചത് കൊണ്ടോ ഇതൊന്നും ആയിരിക്കില്ല. പലപ്പോഴും നമ്മൾ ഇതെല്ലാം വേർപെട്ടിരിക്കുന്നവരാ. പക്ഷെ കറയും ചുളുക്കവും വരാൻ സാധ്യതയുള്ള ഒരു വശം ഇവിടെ പറയുന്നത് അന്യോന്യം എന്തില്ല? ഒന്ന് ഉറക്കെ പറയാമോ? അന്യോന്യം എന്തില്ല? ഈ തിരുമേശയുടെ മുമ്പിൽ ഞാനിത് പ്രാർത്ഥിച്ച് ദൈവജനത്തിന് ഇത് കൈമാറുമ്പോൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. എന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും ഞാൻ സഹോദരങ്ങളെന്ന് കാണുന്നതായ യേശുവിന്റെ രക്തത്തിന്റെ വിലയാകുന്ന ദൈവമക്കളെയും ഞാൻ സ്നേഹിപ്പാൻ കഴിയുന്ന ഒരു ഹൃദയം എനിക്കുണ്ടോ ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. തിരുമേശയുടെ മുമ്പിൽ വരുമ്പോൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തെ പരമാർത്ഥ മനസ്സോടുകൂടെ നമുക്കൊന്ന് ചിന്തിപ്പാൻ കഴിയണം. ഞാൻ യേശു പറയുന്നത് പോലെ സ്നേഹിപ്പാൻ കഴിയുന്ന ഒരു മനസ്സിനുടമയാണോ? പ്രൈസ് ദി ലോർഡ്. അടിച്ചാൽ തിരിച്ചടിക്കാത്ത ഒരു വർഗമുണ്ടെങ്കിൽ വേദപുസ്തകം മനസ്സിലാക്കിയിട്ടുള്ള വർഗം മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി ഒന്ന് ചിന്തിച്ചു നോക്കി. യേശു പറഞ്ഞു, നിന്റെ മുഖത്തടിച്ചാൽ അവൻ എന്ത് ചെയ്യുക? ഇത് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പെന്തക്കോസുകാരാണെന്ന് ഞാൻ പറയത്തില്ല. പെന്തക്കോസുകാരല്ല, വചനം ശരിയായി മനസ്സിലാക്കി അതിനുവേണ്ടി നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ. എല്ലാ പെന്തക്കോസുകാരും അങ്ങനെ നിൽക്കുമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഈ ഞാൻ പറഞ്ഞു വരുന്ന സാരം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ സ്നേഹത്തിൽ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അന്യോന്യം സ്നേഹിപ്പാൻ കഴിയുന്നില്ല എങ്കിൽ കറയും ചുളുക്കവും നമ്മുടെ വസ്ത്രത്തിൽ എവിടെയൊക്കെയോ വീണ് കഴിഞ്ഞു. അടുത്ത ഭാഗം കൂടെ നോക്കിയ സഹോദരങ്ങളെ, യാതൊരു അശുദ്ധിയും അശുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും അശുദ്ധിയുണ്ട്, വിശുദ്ധിയുണ്ട്. ജീവിതത്തിൽ വാക്കിൽ അശുദ്ധിയുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേൾക്കുവാനിടയായി തീർന്ന ഒരു സംഗതി, വാക്കുകളിൽ പോലും ദൂഷണ വാക്ക് ഉപയോഗിക്കപ്പെടുന്നതായ സംഗതികൾ ഞാനത് കേൾക്കുവാനിടയായി തീർന്നു. ഹൃദയം വളരെ ഭാരപ്പെട്ടു. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാനായിരിക്കുന്ന ദൈവസഭയിൽ ആരും ആ വാക്കുകൾ ഉച്ചരിപ്പാനിടയാകല്ലേ. ഞാനായിരിക്കുന്ന ദൈവസഭയിൽ അരുതാത്ത വാക്കുകൾ ഉച്ചരിപ്പാനിടയാകല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്നത്, കോപമുണ്ടാകുമ്പോൾ ശകാരിക്കുമ്പോൾ ഉണ്ടാകുന്ന വാക്കുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പരസ്യത്തിൽ അത് വിളിച്ചു പറഞ്ഞു പോയാൽ അവർക്കതറിയത്തില്ല അതെന്താണെന്ന്. പരസ്യമായ വാക്കുകൾ വിളിച്ചു പറഞ്ഞാൽ നമ്മുടെ തല കുനിഞ്ഞു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കാൻ വീടിനകത്തും വീടിന് പുറത്തും വിശുദ്ധരായി നമുക്ക് നടക്കാം. നമ്മുടെ വാക്കുകൾ വിശുദ്ധരായിരിക്കട്ടെ. അടുത്ത കൂടെ വായിച്ചാട്ടെ. യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അടുത്തത്, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. വിശുദ്ധന്മാർക്ക് ഉചിതം. അടുത്തത്, ചീത്തത്തരം. നോക്കിയ സഹോദരങ്ങളെ, നമ്മുടെ വസ്ത്രത്തിൽ കറയും ചുളുക്കവും വരുവാൻ സാധ്യതയുള്ളതായ ചില വേദഭാഗങ്ങളാണ് ഇവിടെ വായിക്കുന്നത്. ദയവായിട്ട് നിങ്ങളുടെ ജീവിതവുമായത് ബന്ധപ്പെടുത്തി അത് കാണുക. നാം ഒരിക്കലും നഷ്ടമായി പോകാതെ ജീവിതം ക്രമീകരിപ്പാൻ അത് ഉതകുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഒന്നുകൂടെ വായിച്ചാട്ടെ. യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പെരുക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം. ആ വാക്ക് ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ചീത്തത്തരം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. പൊട്ടച്ചൊൽ,
കളിവാക്ക് ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നുമരുത്. ഒന്നുമരുത്. സ്തോത്രമത്രേ വേണ്ടത്. ഹല്ലേലൂയ. ഈ തിരുമേശയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ കരങ്ങളിൽ തരുമ്പോൾ ദയവായിട്ട് ഒരു നിമിഷം ഒന്ന് ഹൃദയത്തെ പരിശോധന ചെയ്യുക. നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന വഴിയിലോ കഴിഞ്ഞ ദിവസങ്ങളിലോ ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക്, ചേർച്ചയല്ലാത്തത് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തോട് പറയാൻ, കർത്താവേ എന്റെ വായിലെ വാക്കുകൾ നിന്നോട് ക്ഷമിക്കണമേ, നിന്റെ രക്തമെടുത്ത് നിന്നെ കഴുകണമേ എന്ന് പരമാർത്ഥമായി പറയാം. നിശ്ചയമായും അവൻ തന്റെ രക്തം നമ്മെ കഴുകുവാൻ മതിയായ ദൈവം. സ്തോത്രം. നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള കാര്യങ്ങളിൽ അവർ നമ്മളെ അസഹ്യപ്പെടുത്തുമ്പോൾ, അവർ നമ്മളെ അനോയ് ചെയ്യുമ്പോൾ, നമ്മുടെ കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ വായിലെ വാക്കുകൾ കഠിനമായി വരുന്നുണ്ടോ? വായിലെ വാക്കുകളുടെ കാഠിന്യം, വാക്കുകൾ എങ്ങനെയെല്ലാം അത് പെരുപ്പമാകുന്നു എന്നും ഒന്ന് ചിന്തിച്ചു നോക്കുക. അബദ്ധമായത് വല്ലതും വായിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറയാൻ, കർത്താവേ അങ്ങയുടെ രക്തത്താൽ നിന്നെ ശുദ്ധീകരിക്കണം. ഈ തിരുമേശയിലേക്ക് ഞാൻ കൈ നീട്ടുന്നതിന് മുമ്പ് നിന്റെ രക്തം എന്നെ കഴുകുമാറാകണം. ഹല്ലേലൂയ. 5-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ. ദൈവത്തിന് മക്കളുണ്ട്, പ്രിയ മക്കളുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 2 വാക്യങ്ങളുണ്ട്. 1:12 അതിലിങ്ങനെ വായിക്കുന്നവരെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് യേശുവിനെ ജീവിത പങ്കാളിയായി സ്വീകരിച്ച എല്ലാവരും ദൈവമക്കളാകുന്നു. എന്നാൽ ദൈവത്തിന്റെ പ്രിയ മക്കളാകണമെങ്കിൽ 5-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചതായ അതിന്റെ അടിസ്ഥാനത്തിൽ വായിക്കുമ്പോൾ അത് മനസ്സിലാകും. ദൈവത്തെ അനുകരിക്കുന്നവരാണ് പ്രിയ മക്കൾ. അടുത്തത്, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന്റെ സൗരഭ്യവാസനയായ ആമേൻ. അടുത്തത്, വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ. സ്തോത്രം. സ്നേഹത്തിൽ വേറൊരു കാര്യം കൂടെ എന്ന് പറഞ്ഞോട്ടെ, സ്നേഹത്തിനകത്ത് ആഴമേറിയ മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വായിച്ചപ്പോൾ, വചനം പഠിച്ചപ്പോൾ, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഒരു വാക്യം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു. അതിനകത്ത് വീണ്ടും ഞാനത് പ്രാർത്ഥിക്കുകയും വീണ്ടും ആ വാക്യം വായിച്ച് ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, ജീസസ് എംപ്റ്റീഡ് ഹിംസെൽഫ്. ദൈവമായ യേശു കർത്താവ് തന്നെത്താൻ എന്ത് ചെയ്തു? ഒഴിച്ചു. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടായിരുന്നത് മുഴുവൻ, താൻ മുൻകണ്ടതായ ദൈവസഭയ്ക്ക് വേണ്ടി തന്റേതായിരുന്നത് മുഴുവൻ താൻ ഒഴിച്ചു കൊടുത്തു, താൻ വിട്ടുകൊടുത്തു. തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. സ്തോത്രം. എന്തെല്ലാമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്നാം നമുക്കറിയാം, ദൈവത്തിന്റെ മഹത്വം, പിതാവായ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. അടുത്തേതാ? തന്നെത്താൻ ഒഴിച്ചു. എന്ന് പറയുമ്പോൾ തന്റെ ശരീരം പോലും ലജ്ജ എന്ന് പറഞ്ഞാൽ 33.5 തിരുവയസ്സിൽ, ഞാൻ ഇതൊരിക്കൽ മുമ്പ് പറഞ്ഞതാണ്, ഒന്നുകൂടെ ഓർപ്പിച്ചോട്ടെ, പൂർണ്ണ നഗ്നനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇരുകള്ളന്മാരുടെ നടുവിൽ യേശു കർത്താവ് തൂങ്ങിക്കിടന്നു, മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. സ്തോത്രം. വേദപണ്ഡിതന്മാർ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ചരിത്രത്തോളം ബന്ധത്തിൽ പറയുന്നത്, നാം ഇന്ന് ഫോട്ടോയിൽ കാണുന്നതായ ഒരു ശീല അല്ലെങ്കിൽ ചെറിയൊരു തുണിക്കണ്ടം യേശുവിന്റെ നഗ്നത മറയ്ക്കുവാൻ ഇല്ലായിരുന്നു. അവൻ നമുക്ക് വേണ്ടി സകലതും ഒഴിച്ചു തന്നു, ഒഴിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ അവന്റെ നഗ്നത കൂടെ അവൻ നമുക്ക് വേണ്ടി ഒഴിച്ചു വെച്ചു. സ്തോത്രം. നമ്മുടെ നഗ്നതയും നമ്മുടെ നിഗ്നയും
എന്നേക്കുമായി മാറുവാൻ യേശു കർത്താവ് അത് ചെയ്തു എന്നുള്ളത് ഓർക്കുമ്പോൾ ദൈവത്തെ സ്തോത്രം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യമാണ്. ഇവന്റെ പ്രവൃത്തി ഓർക്കുമ്പോൾ ആരും പിന്നെ പാപ വഴിയിലേക്ക് പിന്നെ പോകത്തില്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു വേദഭാഗം കൂടെ അത് വായിച്ചോട്ടെ. Revelation chapter 21 verses 1, 2 and 3. അതുകൊണ്ട് വായിച്ചാട്ടെ. പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമി ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നു ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. മണവാട്ടിയായി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അടുത്തത്, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഞാൻ മുൻപ് പറഞ്ഞതായ എഫേസ്യലേഖനം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കറ ചുളുക്കം ഒന്നുമില്ലാതെ ശുദ്ധവും നിർമ്മലമായി അവന്റെ മുൻപിൽ മുൻനിർത്തേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തു എന്നെഴുതിയിരിക്കുന്നതായ വേദഭാഗവും ഈ ഭാഗവും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു അറിയാമോ? അവന് നമ്മോടുകൂടെ എന്നും വസിക്കാൻ. സ്തോത്രം. ആ ഭാഗം നോക്കിയൊന്നുകൂടെ വായിച്ചു നിർത്തിയതായ ഭാഗം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവൻ അവരോടുകൂടെ വസിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് അറിയാമോ? സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവാദി ദൈവമായവൻ, രാജാദി രാജാവായവൻ, ഭൂമിയിൽ തന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയതായ ദൈവസഭയോടുകൂടെ വസിക്കുവാനുള്ള ഒരു ദിവസം അവൻ നിയമിച്ചിട്ടുണ്ട്. ആ ദിവസം മുതൽ അന്തമില്ലാത്ത നിത്യമായി ഇറ്റേണൽ ലൈഫ്, നിത്യമായ ജീവിതത്തിന് വേണ്ടി അവൻ നമ്മെ മുൻകരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അടുത്ത തുടർന്ന് വായിച്ചേ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകില്ല എന്ന യേശുവിന്റെ ആ ദിനത്തിൽ, ഹല്ലേലൂയ, യേശു കർത്താവിന്റെ വിശേഷ ദിനത്തിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പിന്റെ ദിവസത്തിൽ, അതല്ല എങ്കിൽ നാം മണവാളനാകുന്ന ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുവാൻ ആരംഭിക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യകാലം ആരംഭിക്കുകയായി. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു അനുഭവത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഈ ഭൂമിയിലുള്ള കഷ്ടത എത്രയും വേഗം അത് മാറിപ്പോകും. ഈ ഭൂമിയിലുള്ള നിന്ന എത്രയും വേഗം അത് മാറിപ്പോകും. നമ്മുടെ ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ ക്ലേശങ്ങൾ എത്രയും വേഗം ഈ തലമുറയിൽ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ കാണുന്നത് കൊണ്ട് ഉറപ്പോട് പറയട്ടെ, എത്രയും വേഗം നമ്മുടെ പ്രത്യാശ നാടടുത്ത് നമ്മൾക്ക് വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഞാൻ നിങ്ങൾ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചത് നഷ്ടമല്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് നമ്മെ അവന്റെ മുൻപിൽ അവൻ തന്നെ നിർത്തുവാനിടയായിത്തീരും. അവൻ അന്ന് പ്രതിഫലമെല്ലാം വീതിച്ചു തരുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് നാം കർത്താവിന് വേണ്ടി ചെയ്യുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങൾക്കും സ്വർഗത്തിലെയും പ്രതിഫലം വീതിച്ചു തരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നാം ആ ദൈവത്തിൽ സന്തോഷിപ്പാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആയതിനാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പുവരുത്തുക, എന്നെ കർത്താവ് തന്റെ രക്തത്താൽ വീണ്ടെടുത്തു. എന്റെ തല ക്രിസ്തുവാണ്. ഈ എന്നെ തകർക്കുവാൻ, എന്റെ കുടുംബത്തെ തകർക്കുവാൻ ഞാൻ അനുവദിക്കാതെ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. കാരണം വചനം പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും,
പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. യേശു പറഞ്ഞതായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭാരപ്പെടേണ്ട, ദൈവം അതിന്റെ മേൽ സ്വർഗം ജയം കൽപ്പിപ്പാൻ മതിയായ ദൈവമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ശരീരത്തിലുള്ള മറ്റാർക്കും അറിയാത്തതായ എന്റേതായ ഒരു പ്രത്യേക വിഷയത്തിൽ സ്വർഗത്തിലെ ദൈവം വിടുതൽ തന്നു എന്ന് എനിക്ക് കഴിഞ്ഞ നാളുകളായി എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നതുകൊണ്ട് എനിക്ക് ആ ഒരു ചിന്ത, ആ ഒരു ആശയം മനസ്സിലായിരുന്നില്ല. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവം എനിക്കൊരു പ്രത്യേക മേഖലയിൽ എനിക്ക് വിടുതൽ തന്നു. എന്റെ ശരീരത്തിൽ ഒരു വലിയ വിടുതൽ ദൈവം തന്നിട്ടുണ്ട്. വരും നാളുകളിൽ ഞാനത് തുറന്ന് പറഞ്ഞുകൊള്ളുക. ആമേൻ. ദൈവം എന്നെ വിടുവിച്ചു എന്ന് നിശ്ചയമായും എനിക്ക് പറയുവാനായി കഴിയും. അപ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ സൗഖ്യമാക്കുവാൻ മതിയായ ദൈവമാണ്. ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ അവൻ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തും. ദേവൻ താൻ എന്നെ ഉങ്ങളെ അളയിത്താറുണ്ട് ആകിൽ അവർ നമ്മുടെ സകല കാര്യങ്ങളെ നടത്തുന്നതൊക്കെ വല്ലഭയുള്ള ദൈവൻ. പ്രൈസ് ദി ലോർഡ്. കരം പിടിച്ച് നമ്മെ നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായ ദൈവമാണ്. ആകയാൽ ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക. കറയും ചുളുക്കവും വാട്ടവും ഒന്നുമില്ലാത്തതായ ആ നിഷ്കളങ്ക സഭയായി, വിശുദ്ധ സഭയായി നമ്മെ അവനോടുകൂടെ എന്നും നിർത്താൻ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവൻ നമ്മെ വിടുവിച്ചത്. ആയതിനാൽ അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. ലോകത്ത് വരുന്നതായ പ്രതിസന്ധിയിൽ പതറാതെ മുന്നോട്ട് പോകാം. ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തുക തന്നെ ചെയ്യും. കരമത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവൻ നമ്മെ നടത്തുമെന്ന് വിശ്വസിച്ചോട് സ്തോത്രം ചെയ്താൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസ്ഥനെ നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമ്മെ നടത്തുവാൻ മതിയായവൻ. അവന്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, നമ്മെ അവന്റെ മുമ്പിൽ നിർത്തണം. അതിനുവേണ്ടി ജീവിതത്തിൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ അയക്കുന്നതായ സകല കഷ്ടതകളും അനുവദിക്കുന്നതായ സങ്കടങ്ങളും ഓർത്ത് ഭാരപ്പെടേണ്ട. അതിന് പിമ്പിൽ ദൈവത്തിന് ഒരു വലിയ പദ്ധതിയുണ്ട്. സമാധാനത്തിനായി അവൻ എനിക്ക് അത്യന്തം കൈപ്പായത് തന്നു. ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരൻ സുനിലിന്റെ അനുഭവത്തോടുള്ള ബന്ധത്തിലും ഇവിടെ ആയിരിക്കുന്ന പല പ്രിയപ്പെട്ട ബന്ധത്തിലും ഒരു കാര്യം പറയട്ടെ. തങ്ങളുടെ ജീവിതത്തിൽ കയ്പിന്റെ അനുഭവം ദൈവം തന്നു എങ്കിൽ അത് മറ്റൊന്നിനുമല്ല, ഒരു വലിയ സമാധാനം അതിന് പിമ്പിൽ തങ്ങളുടെ ജീവിതത്തിൽ തെളിഞ്ഞു വരേണ്ടതിന് സ്വർഗത്തിലെ ദൈവം കയ്പിന്റെയും സങ്കടത്തിന്റെയും അസമാധാനത്തിന്റെയും അനുഭവങ്ങൾ ദൈവം തന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം പറയാനുള്ളത്, ദൈവമേ, ഇത് സകലതും എനിക്ക് നന്മയ്ക്കായിരുന്നു. ഇത് സകലതും എനിക്ക് നന്മയ്ക്കായിരുന്നു. സകലതും എനിക്ക് നന്മയ്ക്കായിരുന്നു. ആ പാട്ട് നമുക്ക് ചേർന്നൊരു നിമിഷം ഒന്ന് പാടാമോ? ഹല്ലേലൂയ. കുന്നുകളാകിലും പർവ്വതങ്ങൾ നിരയും തന്നിടം വിട്ടും മാറിപ്പോയാലും നീങ്ങുകില്ല അവൻ ദയ എന്നിൽ നിന്ന്. ആ പാട്ട് നമുക്കൊന്ന് ചേർന്ന് പാടാം. കർത്താവ് നമ്മെ സഹായിക്കുക.